സുപ്രഭാതം. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രൈം മിനിസ്റ്ററും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ചീഫ് മിനിസ്റ്ററും ഇവരൊക്കെയും യാത്ര ചെയ്യുമ്പോൾ അവർക്ക് മുമ്പും പിമ്പുമായി എത്ര അകമ്പടി വാഹനങ്ങളാണ് അവരെ അനുഗമിക്കുന്നത്. മാത്രമല്ല, ആയുധമേന്തിയ സൈന്യം, അതോടൊപ്പം തന്നെ സുരക്ഷ വർദ്ധിപ്പിച്ചുകൊണ്ട് നിരവധി ആളുകൾ അംഗരക്ഷകരായി ഇവർക്ക് ചുറ്റും പോകുന്നത് നാം കണ്ടിട്ടുണ്ട്. നമ്മുടെ ദൈവമുണ്ടല്ലോ, നമ്മുടെ ദൈവത്തെക്കുറിച്ച് പറയുന്നത് ദൈവത്തിൻ്റെ രഥങ്ങൾ ആയിരം ആയിരവും കോടി കോടിയുമാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ദൈവം, ആ ദൈവം ദൂതസഞ്ചയത്തിൻ്റെ ഒരു വലിയ വലയത്തോടുകൂടി സഞ്ചരിക്കുന്ന ദൈവമാണ്. മാത്രമല്ല, ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ മക്കളായിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ? നാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. നമ്മെ സംരക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ ദൂതവലയം നമുക്ക് ചുറ്റുമുണ്ട് കേട്ടോ. ഇന്ന് പ്രഭാതത്തിൽ നാം തനിയാണെന്നുള്ള ചിന്ത നമ്മെ അലട്ടാതിരിക്കട്ടെ. ഇവിടുത്തെ ഉന്നതരായ ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമല്ല അംഗരക്ഷാ സൈന്യമുള്ളത്, മറിച്ച് ഏതൊരു ദൈവ പൈതലിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ ദൂതന്മാരുടെ ഒരു വലിയ വലയം നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ള ചിന്തയോടുകൂടി, നിരാശയോടെയല്ല പ്രത്യാശയോടും സന്തോഷത്തോടും കൂടെ ഈ പ്രഭാതത്തിൽ മുന്നോട്ട് പോകുവാൻ ദൈവം നിങ്ങളെ എവരെയും സഹായിക്കുമാറാകട്ടെ.